എങ്ങനെയുള്ള മരുമോളെയാവേണ്ടേ? നല്ല ശീലമുള്ള മരുമോളും ദൈവസ്നേഹവും കാര്യങ്ങളും ഒക്കെ വേണം. പാവം പിള്ളേരെ വേണം. അതെ, എന്നുവെച്ചാൽ എല്ലാം നല്ല ഇതായിരിക്കണം. തീർച്ചയായും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊണ്ടറ മുളവന കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ജിനീഷിനെ കാണാനാണ്. ജിനീഷിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ജിനീഷിന് 39 വയസ്സ് കഴിഞ്ഞ് 40 അടുത്തിരിക്കുകയാണ്. ഇതുവരെ കല്യാണമൊന്നും ശരിയായിട്ടില്ല. ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ നോക്കിയെങ്കിലും അനുയോജ്യമായിട്ടുള്ള ഒന്ന് വന്നെത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തി കൊടുക്കണം. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അവരോട് തന്നെ ചോദിക്കാം. എന്നതാണ് ഇവരുടെ വീട് കേട്ടോ. തറവാട് വീടാണ്. ഇതാ റോഡിൻ്റെ സൈഡ് തന്നെയാണ് വീട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജിനീഷ്. ജിനീഷ് ഭായ്, എന്തൊക്കെയാണ് വിശേഷം? ഇത് ജിനീഷിൻ്റെ അമ്മയാണ്. അമ്മേൻ്റെ പേരെന്താ? ലില്ലി അല്ലേ? അതെ. ഇവർ ക്രിസ്ത്യൻ RC ആണ് കേട്ടോ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നമുക്ക് ഭയങ്കര ടെൻഷനാണ്. വന്നപ്പോൾ തന്നെ എൻ്റെ മോന് പറ്റിയൊരു പെൺകുട്ടീനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. 39 വയസ്സ് കഴിഞ്ഞില്ല, 40 അടുത്തിരിക്കുകയാണല്ലേ. നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പം സെക്യൂരിറ്റി പണിയായിട്ട് ലുലുവിനായിട്ട് പോകണം. എവിടെയാ? ഇവിടെ കൊട്ടിയത്ത്. പിന്നെ ലൈറ്റ് പന്തലിൻ്റെ പരിപാടിയൊക്കെ. പന്തലിൻ്റെ പരിപാടി ഉണ്ട്. എങ്ങനെ നിങ്ങൾ അസിസ്റ്റൻ്റായിട്ട് പോവാണോ? അല്ല, സ്വന്തമായിട്ട് പരിപാടി. പന്തലിൻ്റെ പരിപാടി, മിക്സിൻ്റെ പരിപാടി. ഇവിടെ സ്പീക്കർ കാര്യമൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങളെ സ്റ്റോർ എവിടെയാ? വാടക സ്റ്റോർ ഇവിടെ തന്നെ, വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടാ? ഇപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്, പന്തലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകും. അതിന് പണിക്കാർ വേറെ ഉണ്ട് അല്ലേ? സാധാരണ നമ്മളതില്ലേ? അത് ശരി. അപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഏത് സ്ഥാപനത്തിലാ? ലുലുവിൻ്റെ കൊട്ടിയത്തുള്ള അല്ലേ? അപ്പോൾ കല്യാണാലോചനകൾ ഒരുപാട് നോക്കിയിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് പറ്റിയത് അങ്ങനെ വരാത്ത കൊണ്ടാണ്. അതെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ മൊത്തം 4 പേര്. 4 ആൺപിള്ളേരാ? 4 ആൺപിള്ളേർ. രണ്ടാമത്തെ ആൾ മരിച്ചു. മൂത്ത ആൾ കെട്ടി. ഇനി ഇളയതാണോ? നിങ്ങളാണ് ഇളയത്? ഏറ്റവും ഇളയതാണ്. അമ്മയാ, എന്നിട്ട് വേറെന്താ പറയാനുള്ള? എങ്ങനെയുള്ള മരുമോളെയാവേണ്ടേ? നല്ല ശീലമുള്ള മരുമോളും ദൈവസ്നേഹവും കാര്യങ്ങളും ഒക്കെ വേണം. പാവം പിള്ളേരെ വേണം. അതെ, എന്നുവെച്ചാൽ എല്ലാം നല്ല ഇതായിരിക്കണം. തീർച്ചയായും. അപ്പോൾ ഇവര് വന്നാലും നമ്മളോട് സ്നേഹത്തോട് കഴിഞ്ഞൊക്കെ പോകണം. തീർച്ചയായും. അപ്പ ഇങ്ങനെ അസുഖമായിട്ട് നിൽക്കുകയാണല്ലേ? ചെറിയൊരു വിഷമത്തിനുണ്ട് ഇപ്പം. 1-2 കൊല്ലം മുമ്പേ ആശുപത്രി കിടന്നതായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ പെട്ടെന്ന് കുഴപ്പമൊന്നും വരത്തില്ല. നിങ്ങൾ പിന്നെ ജന്മനാട് എവിടെ? കുണ്ട്ര. പേര് കരുക്കുഴി. നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല, കുഴപ്പമില്ല. എവിടെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തിയാൽ മതി അല്ലേ? നമുക്കൊരു എത്ര വയസ്സ് വരെ നോക്കാം? 36-37 വയസ്സ് വരെയൊക്കെ നോക്കാം അല്ലേ? നമ്മൾ RC തന്നെയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല അല്ലേ അമ്മേ? അതെ, ക്രിസ്ത്യൻസിൽ ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ഒക്കെ ആയ ആൾക്കാരുണ്ടോ? അത് നമുക്ക് നോക്കിക്കൂടെ? മക്കളെ ബാധ്യതയൊന്നും ഇല്ലാത്തത് അല്ലേ? അതെ. നിങ്ങൾ എത്ര വരെയാ പഠിച്ചത്? 10ാം ക്ലാസ് വരെ പഠിച്ചു. 10 വരെ പഠിച്ച് അതിനുശേഷം പിന്നെ എറണാകുളം ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ റെസ്റ്റോറൻറ്റിലായിരുന്നു. പിന്നെ അങ്ങനെ വന്ന് ഇപ്പോൾ സെക്യൂരിറ്റി വർക്കിലായി. കൊറോണ ടൈം ആയപ്പോഴാണ് പിന്നെ സെക്യൂരിറ്റിയിലോട്ട് പോയത്. പിന്നെ അപ്പോഴത്തേക്ക് പന്തലിൻ്റെ പണി ഇല്ലാതായി, പിന്നെ സെറ്റിൻ്റെ പണി ഇല്ലാതായി. അതെ, അങ്ങനെ പിന്നെ ഇപ്പം എത്ര വർഷമായി സെക്യൂരിറ്റി വർക്കിൽ? ഇപ്പോൾ 2-3 വർഷമായി. ഓരോ ഷിഫ്റ്റ് ആയിരിക്കും അല്ലേ? ഒരു ദിവസം പകലാന്ന്, ഒരു ദിവസം രാത്രി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് നിർത്തേണ്ട, അതങ്ങ് പോട്ടെ, അങ്ങ് പോട്ടെന്ന് എഴുതി. അതെ. അപ്പോൾ ജിനീഷ് ഭായിൻ്റെ കല്യാണം നടത്താൻ കുടുംബക്കാരൊക്കെ അത്രയും സപ്പോർട്ടീവായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. എന്നെ വിളിച്ച് ഇവിടെ വരുത്തിച്ച് ഇന്നലെ വിളി തുടങ്ങിയതാണ്. അപ്പോൾ അത്ര പോലും എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം എന്ന് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വേറെ വിഷയങ്ങളും കാര്യമൊന്നുമില്ല. അമ്മ എന്നെ പറഞ്ഞു വീട്ടിലേക്കുള്ള എല്ലാം നല്ല രീതിയിൽ നല്ല ശീലം, ഒരു കുഴപ്പവും പറയാനില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തോട്ട് നോക്കിക്കോളൂ. ഞാനിവിടെ ഇരുന്നാൽ മതി. എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് നമുക്ക് കൊണ്ടുതരാനും നല്ല. തീർച്ചയായും അത്രേ നമുക്കുള്ളൂ. ഈ പറഞ്ഞ രീതിയിലുള്ള നല്ലൊരു വധു വരട്ടെ അല്ലേ? അതെ, തീർച്ചയായും ഇതിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യട്ടോ. ഓക്കെ.